ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ വിതരണത്തിലുള്ള സൗത്ത് വോയിസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പ്രവർത്തനം തുടങ്ങി. കൊല്ലത്ത് നടന്ന ചടങ്ങിൽ സൗത്ത് വോയിസിന്റെ ഉദ്ഘാടനം മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിച്ചു. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നിയന്ത്രണത്തിലുള്ള സൗത്ത് വോയിസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പ്രവർത്തനം തുടങ്ങി. കൊല്ലത്ത് നടന്ന ചടങ്ങിൽ സൗത്ത് വോയിസിന്റെ ഉദ്ഘാടനം മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിച്ചു. കേരളത്തിലെമ്പാടും കേബിൾ ടിവി ഓപ്പറേറ്റർമാരെ ഉൾപ്പെടെ സംഘടിപ്പിച്ചുകൊണ്ട് ഇത്രയും വിപുലമായ നിലയിൽ 25 ലക്ഷത്തോളം ആൾക്കാർ ഉപഭോക്താക്കളായി ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നു. കൊല്ലം ജില്ലയിലും ഏകദേശം 3.5 ലക്ഷം ഉപഭോക്താക്കൾ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുവാൻ സാധിച്ചത്. വൻകിട കോർപ്പറേറ്റുകളെ ഉൾപ്പെടെ അവരോടൊപ്പം നിൽക്കുന്ന തരത്തിലുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്ന കേരള വിഷനാണ് ഇത്രയധികം കേബിൾ ടി വി ഓപ്പറേറ്റർമാരെ ഉൾപ്പെടെ സംഘടിപ്പിച്ചുകൊണ്ടിന്ന് മുന്നോട്ട് പോകുന്നു. നമുക്കറിയാം, ഒരു ഘട്ടത്തിൽ കേരളത്തിലെ ഗവൺമെൻറ് കെ ഫോൺ പദ്ധതി വളരെ വിപുലമായ നിലയിൽ നടപ്പിലാക്കുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള ഏറ്റവും അടിത്തട്ടിലുള്ള ആൾക്കാർക്ക് അവരുടെ വീടുകളിൽ ഇൻ്റർനെറ്റ് ഉൾപ്പെടെ കൊടുത്തുകൊണ്ടുള്ള സംവിധാനത്തിലേക്കാണ് കേരള ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. ആദ്യഘട്ടം എന്ന നിലയ്ക്ക് എല്ലാ നിയോജക മണ്ഡലങ്ങളിലും 200ഓളം കണക്ഷനുകൾ കൊടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോയത്. എനിക്ക് തോന്നുന്നു അതിനും ചുക്കാൻ പിടിച്ചത് കേരള വിഷനാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുവാൻ സാധിച്ചത്. സൗത്ത് വോയിസ് ചെയർമാൻ കുര്യാക്കോസ് വൈദ്യർ അധ്യക്ഷത വഹിച്ചു. കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഗോപൻ മുഖ്യ അതിഥിയായി പങ്കെടുത്തു. കൊല്ലം ജില്ലാ ചാനൽ ഉദ്ഘാടനം COA സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദീഖ് നിർവഹിച്ചു. കുടുംബസംഗമം സംസ്ഥാന ജനറൽ സെക്രട്ടറി KV രാജൻ ഉദ്ഘാടനം ചെയ്തു. കേരള വിഷൻ സക്സസ് സെലിബ്രേഷൻ ഉദ്ഘാടനം KCCL ചെയർമാൻ K ഗോവിന്ദൻ നിർവഹിച്ചു. ജില്ലാ വാർത്തകളുടെ ഉദ്ഘാടനം കേരള വിഷൻ ന്യൂസ് മാനേജിംഗ് ഡയറക്ടർ ബ്രിജേഷ് അച്ചാണ്ടിയും ജില്ലാ സമ്മേളന ലോഗോ പ്രകാശനം സിഡ്കോ പ്രസിഡന്റ് വിജയകൃഷ്ണനും COA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം KB ബിജുകുമാറും നിർവഹിച്ചു. CBPS VS ജ്യോതികുമാർ, ബിനു ഭരതൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.